കരയുന്ന മൊബൈലുകളോട് ദയവായി ശാന്തരായിരിക്കാൻ പറയും. സാറൊക്കെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് മോഹൻ. എൻ്റെ മോള് +2 പഠിക്കുന്നു. അനഘ മോഹൻ. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെട്ടത് 1 മിനിറ്റ് എഴുന്നേറ്റ് നിൽക്കാൻ. 20 സെക്കൻഡ് ആയപ്പോഴത്തേക്കും അവിടെ 1 മിനിറ്റ് ആയി. ഞാൻ നോക്കിയപ്പോ കുറച്ചുപേര് ഇരുന്നു. കുറച്ചൊരു പുറകോട്ട് നോക്കുക. ഇനി എഴുന്നേറ്റ് നിന്ന് എന്റെ ബാക്ക് ആരെങ്കിലും കണ്ടോ എന്ന് വിചാരിച്ച് അടുത്തയാള് ചാടി ഇരുന്നു. ഇവർ 2 പേരും ഇരുന്നത് 58-ാം സെക്കൻഡിലും ആ സഹോദരി ഇരുന്നത് കൃത്യം 1 മിനിറ്റില്ല. നല്ലൊരു കൈയ്യടി കൊടുക്കും. മുമ്പോട്ട് വരും. എന്റെ പേര് ജയശ്രീ. എന്റെ മോള് +2 ദീപ്തി സുരേഷ് സയൻസ്. വളരെ സന്തോഷം നിങ്ങളെ ലഭിച്ചതിൽ. താങ്ക് യു. ഞാൻ എന്തിനാണ് ഈ 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞത്? എന്തായാലും ചെയ്യാനെന്ന് പറഞ്ഞു ഇരുന്ന് പറഞ്ഞു. എന്തെങ്കിലും ഒരു ഉദ്ദേശം കാണുമല്ലോ. റിലാക്സ് ചെയ്യാനായിട്ട്. റിലാക്സ് ചെയ്യാൻ ഇരുന്ന് കണ്ണടയ്ക്കാൻ പറഞ്ഞാൽ മതി. ഓക്കെ, ചെറിയൊരു റിലാക്സേഷൻ എന്തിനായിരിക്കും? എന്തെങ്കിലും ഒരു ഐഡിയ, ഒരു സജഷൻ. കോൺസെൻട്രേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് 1 മിനിറ്റ് കണ്ണടയ്ക്കണം. എന്തായിരിക്കും ചേട്ടാ? എന്തെങ്കിലും ഒരു ചാറിന് പണി നോക്കാൻ പറയാനുണ്ടോ? ആർക്കെങ്കിലും അഭിപ്രായം പറയാനുണ്ടോ? കൈ ഒരു പ്രാർത്ഥനയ്ക്കായിരിക്കും. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അഭിപ്രായം പറയാൻ? 1 മിനിറ്റ് കണ്ണടയ്ക്കാൻ പറഞ്ഞത് അല്ലെങ്കിൽ 1 മിനിറ്റ് നിങ്ങൾ നിർത്തിയത് എന്തിനായിരിക്കാം? ആ പറയാം. നല്ല കൃത്യമായ ഉത്തരം താവുന്നു. ക്ഷമ എത്രണ്ടെന്ന് അറിയാൻ. ആഹാ, പറയൂ. പേരെന്താ? സ്ത്രീകളെ നല്ല കൈയടി കൊടുക്കും. സ്ത്രീകളെ പറഞ്ഞത് മനസ്സിലായോ? 1 മിനിറ്റ് എന്നത് എത്രയാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തുക എന്നത് മാത്രമേ എന്റെ ഉദ്ദേശം ഉണ്ടായിരുന്നുള്ളൂ. എന്റെ മക്കളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ് സാർ. ഒരാൾ എന്റെ അടുത്ത് കൗൺസിലിംഗ് വന്നപ്പോ പറഞ്ഞത്, എന്റെ മകനെ ഞാൻ ഒരു ബുദ്ധിമുട്ടും ഇതുവരെ അറിയിച്ചിട്ടില്ല സാർ. ഞാൻ പറഞ്ഞു, അതാണ് നിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ കുഴപ്പം. എന്റെ മകനെ ഒരു ബുദ്ധിമുട്ടും അറിയിക്കാതെയാണ് സാറേ ഞാൻ വളർത്തിയത് എന്ന് ഒരാളെ പറഞ്ഞപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, അതാണ് നിങ്ങൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റ്. നിങ്ങളുടെ മകനെ ആയാലും നിങ്ങളുടെ മകളെ ആയാലും എല്ലാ ബുദ്ധിമുട്ടുകളും അറിഞ്ഞു തന്നെ വളർത്തണം എന്നുള്ളതാണ് ജീവിതത്തിൽ തുടരേണ്ട ഒന്നാമത്തെ പാഠം. മോനെ, നിന്റെ പോളിടെക്നിക്കിന് നിനക്ക് അഡ്മിഷന് വേണ്ടിയിട്ട് ഫീസ് അടയ്ക്കാൻ അമ്മ മാല പണയം വെച്ചാണ് ഫീസ് അടയ്ക്കുന്നത് എങ്കിൽ അത് മകനോട് പറയണം. മോളെ, ഇന്ന് PTA മീറ്റിങ്ങിന് വരുന്നത് അമ്മയുടെ 1 ദിവസത്തെ ശമ്പളം കളഞ്ഞിട്ടാണ്. നിന്റെ നല്ലതിന് വേണ്ടി അമ്മ ഓഫീസിൽ നിന്ന് ലീവ് എടുത്ത് 1 ദിവസത്തെ സാലറി കളഞ്ഞിട്ടാണ് നിന്റെ മീറ്റിങ്ങിന് വരുന്നത്. മോനെ, നിനക്ക് ഈ സാധനം ഷർട്ടും പാന്റും വേണമെന്ന് പറഞ്ഞില്ലേ, ലോ വേസ്റ്റ്, അത് മേടിച്ച് തന്നത് ഇത്രയും പൈസ അമ്മ അയൽവക്കത്തെ സുശീലയുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിച്ചിട്ടാണ് നിനക്ക് ഡ്രസ് എടുക്കാൻ തരുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള പ്രശ്നങ്ങൾ മക്കളിൽ നിന്നും മറക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ആദ്യത്തെ കാര്യം. മറച്ചു പിടിച്ച് അവരുടെ സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി എന്റെ ജീവിതത്തിൽ ഞാൻ ത്യാഗം ചെയ്തു എന്ന് പറയുന്ന മാതാപിതാക്കളോട് വാസ്തവത്തിൽ എനിക്ക് പുച്ഛമാണ്. കാരണം അങ്ങനെയുള്ള മക്കൾ വഴിതെറ്റി പോകാനുള്ള സാധ്യത കൂടുതലാണ്. ഞാനൊരു മനഃശാസ്ത്രജ്ഞനാണ്. ഞാനൊരു MSc സൈക്കോളജി കഴിഞ്ഞ് മാതാപിതാക്കൾക്കും കുട്ടികൾക്കും കൗൺസിലിംഗ് ചെയ്യുന്ന മനഃശാസ്ത്രജ്ഞൻ കൂടിയാണ്. അപ്പൊ എന്റെ അടുത്ത് വരുന്ന കേസുകളിൽ പലതും മാതാപിതാക്കളുടെ ലാളനയിലും അവരുടെ സ്നേഹത്തിലും അവരുടെ പരിലാളനയിലും വഴിപിഴച്ചു പോയ കുട്ടികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു +2 ക്ലാസ് എടുക്കാൻ പോയപ്പോ പുറകുവശം നിലയിൽ ഒരുത്തൻ തല കുനിച്ചിരിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്ത് പറ്റി, ക്ലാസ് ബോറായോ? അപ്പൊ അടുത്തിരിക്കുന്നോ പറയാം, അല്ല സാർ അവന് സുഖമില്ല. അടുത്തേക്ക് നോക്കിയപ്പോ അവൻ ഇങ്ങനെ ഇരിക്കും. സാറിനെ വിളിച്ച് കൊണ്ടുപോയി കഴിഞ്ഞപ്പോ ടയറിന് പഞ്ചർ ഒട്ടിക്കുന്ന പശ തൂവാലയിൽ മുക്കി
മൂക്കിലേക്ക് മണത്ത് ലഹരിയിൽ ഫിറ്റായിട്ട് ക്ലാസ്സിൽ കിടന്ന് ഉറങ്ങുന്ന ഒരു സീൻ ഞാനത് യാദൃശ്യമായിട്ട് കണ്ടുപിടിച്ചു. അവനെ കൗൺസിലിംഗ് കൊണ്ടുപോയി മെഡിക്കലായിട്ട് വരും. ഇവിടുന്ന് 3 കിലോമീറ്റർ അകലേ ഉള്ളൂ ആ വിദ്യാലയത്തിലേക്ക്, വെറും 3 കിലോമീറ്റർ അകലെ. നമ്മുടെ നാട്ടിൽ നടക്കുന്ന സംഭവമാണ്. പഞ്ചറൊട്ടിക്കുന്ന പശ പഞ്ഞിയിൽ ചേർത്ത് ഫെവിബോണ്ട്, ഫെവിക്വിക്ക് മുതലായ പശകളും പഞ്ഞിയിൽ അല്ലെങ്കിൽ തുവാലയിൽ മുക്കി മൂക്കിൽ വലിച്ചു കയറ്റി ലഹരിയിൽ കിടക്കുന്ന +2 വിദ്യാർത്ഥി. ഒരു റെസിഡൻസ് അസോസിയേഷനിൽ 2 കുട്ടികളോട് സംസാരിക്കാൻ എന്നെ വിളിച്ചു. റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് പറഞ്ഞു, സാറേ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം? ഞങ്ങളുടെ വീടുകളിൽ മോഷണം പതിവാണ്. വീടിന്റെ മുറ്റത്ത് നിന്നും ചെമ്പിന്റെ പൈപ്പ് ഉരുക്കൊണ്ടു പോകുന്നു, ചെറിയ സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു, ചെറിയ ചെറിയ മോഷണങ്ങൾ. അപ്പൊ ഞങ്ങൾ പോലീസിൽ പരാതിപ്പെടണമോ വേണ്ടയോ എന്നിങ്ങനെ ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഒരാൾ പറഞ്ഞു, ഇത് വലിയ മോഷ്ടാക്കളൊന്നുമല്ല, മിക്കവാറും തമിഴന്മാര് പാട്ടമറക്കാൻ വന്നവനോ അല്ലെ ഹിന്ദിക്കാർ പണിക്കാരോ ആയിരിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രഹസ്യമായിട്ട് 3 ക്യാമറകൾ സ്ഥാപിച്ചു. 3 ക്യാമറകൾ സ്ഥാപിച്ചപ്പോൾ മനസ്സിലായി ഈ വീടിന്റെ മുറ്റത്തുനിന്ന് ഇരുമ്പും ചെമ്പും തുടങ്ങിയ ചെറിയ ചെറിയ സാധനങ്ങൾ പൊട്ടിച്ചു പോകുന്ന ആളെ പിടിച്ചു സാറേ. പക്ഷെ ഞങ്ങൾക്ക് പോലീസിൽ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തുപറ്റി? അത് ഞങ്ങളുടെ റെസിഡൻസ് അസോസിയേഷനിലെ വളരെ നല്ല നിലയിൽ ജോലി ചെയ്യുന്ന ഒരു സാറിന്റെ മകനും അയൽവക്കത്തെ വേറൊരു ചെറുപ്പക്കാരൻ പയ്യനും, 2 +2 വിദ്യാർത്ഥികൾ. 2 പേരും ചേർന്നാണ് രാത്രി പുറത്തിറങ്ങി 2ാം നിലയിലെ ബെഡ്റൂമിൽ നിന്നും താഴെ ചാടി മറ്റു വീടുകളുടെ മുൻവശത്ത് നിന്ന് ചെറിയ സാധനങ്ങൾ പറക്കി വെച്ച് കൊണ്ടുപോയി വിറ്റ് 200 രൂപ, 300 രൂപ, 500 രൂപ ഉണ്ടാക്കുന്നു. എന്തിനാണെന്ന് അന്വേഷിച്ചപ്പോൾ അവരും ലഹരിക്ക് അടിമയായിരുന്നു. മാതാപിതാക്കൾ ഞെട്ടിപ്പോയി. കാരണം അവർക്ക് ഒരു പ്രതീക്ഷയുമില്ല തന്റെ മകൻ ഇങ്ങനെ ആയിരുന്നു എന്ന്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ. 9ാം ക്ലാസ്സുകാരി മകളെ കൊണ്ട് അമ്മ എന്റെ അടുത്ത് വന്നത്, സാറേ 3 മാസമായി ഇവിടെ എന്നോട് മിണ്ടി. ഞാൻ ചോദിച്ചു, എന്ത് പറ്റി 3 മാസമായിട്ട് മിണ്ടാത്തത്? എന്താണെന്ന് അറിയില്ല സാറേ, പണ്ട് മുതൽ ഇങ്ങനെയായിരുന്നു. അയ്യോ, ഞങ്ങള് വണ്ടിയിൽ പോകുന്ന കണ്ട നാട്ടുകാർ പറയും ചേച്ചി അനിയത്തി എന്ന് പറയും. അത്ര ഫ്രണ്ട്സ് ആയിരുന്നു. ഞാൻ ചോദിച്ചു, ഭർത്താവ് 4 വർഷമായി ഗൾഫിലാണ്. പാസ്പോർട്ടിന്റെ ഒരു പ്രശ്നം കാരണം മടങ്ങി വന്നിട്ടില്ല, ഉടനെ മടങ്ങി വരും. പക്ഷെ എന്റെ മകള് 3 മാസമായിട്ട് മിണ്ടുന്നില്ല. ഞാൻ ചോദിച്ചു, സംസാരിക്കാൻ പോകുമ്പോൾ എന്ത് പറയും? സംസാരിക്കാൻ അടുത്തത്, മോളെ എന്തൊക്കെയുണ്ടോ വിശേഷം? നിങ്ങൾ എന്നോട് മിണ്ടണ്ട. നീ എന്റെ അമ്മയോടാണോട് നീ പറയുന്നത്? തള്ളെ നിങ്ങൾ എന്നോട് മിണ്ടണമെന്നല്ലേ പറഞ്ഞത്? എന്റെ മമ്മി എന്ന് വിളിച്ചുകൊണ്ടിരുന്നുള്ള വായിൽ നിന്നും തള്ള എന്നുള്ള വിളി കേട്ടപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി സാറ്. ഞാൻ ചോദിച്ചു, സാധാരണ ഇങ്ങനെ അഹങ്കാരം കാണിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഒരു മരുന്ന് നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, അത് കൊടുത്തില്ലേ? പിന്നെ കൊടുത്തു സാറേ. ഒരു ദിവസം പാവാട പൊട്ടിയിട്ട് 2 ഞാൻ അവിടെ കൊടുത്തു. ഒരറ്റ അടി 2 കൊടുത്തപ്പോ അവള് പറയാം, തീർന്നോ? ഇനി അടിച്ചോ? കഴിഞ്ഞോ? ഇല്ലെങ്കിൽ തന്നോ, ഞാൻ മേടിച്ചോളാം. നാളെ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നത് സ്കൂൾ ബസ്സിലായിരിക്കില്ല. നാളെ ഞാൻ സ്കൂളിൽ നിന്ന് വരുന്നത് സ്കൂൾ ബസ്സിലായിരിക്കില്ല, ആംബുലൻസിലായിരിക്കും. എന്റെ മൂക്കിൽ 2 പഞ്ഞിയും കാണും. സ്കൂളിന്റെ 4ാമത്തെ നിലയുടെ മുകളിൽ നിന്ന് നീന്തൽക്കുളത്തിലേക്ക് ചാടുന്നത് പോലെ ഞാൻ താഴെ ചാടും. അപ്പൊ നിങ്ങൾക്ക് സമാധാനമാവും തള്ളേ. ആ അമ്മ എന്റെ മുമ്പിൽ ഇരുന്ന് കരയുക, പൊട്ടിക്കരയുക. സാറേ ഞാൻ എന്താ ചെയ്യുന്നത്? ഞാൻ അവളോട് ചോദിച്ചു, നീ എന്താണ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് ചോദിച്ചു. അവള് പറഞ്ഞു, നിങ്ങൾ എന്റെ അമ്മയല്ല, എനിക്ക് നിങ്ങളെ കാണണ്ട. ഞങ്ങൾ ആദ്യം ഇതുപോലെ പ്രേമം, സ്കൂളിൽ വല്ല പ്രേമമായിട്ടാണോ എന്ന് അന്വേഷിച്ചു. അല്ല, ഞാൻ അവൾക്ക് മൊബൈൽ മേടിച്ചു കൊടുത്തിട്ടില്ല സാറേ. അപ്പൊ മൊബൈൽ വഴി പ്രശ്നമൊന്നുമില്ല. ഇവിടെ ഇന്റർനെറ്റ് കണക്ഷൻ അല്ല. സ്കൂളിൽ അവൾ നല്ല കുട്ടിയാണ്. എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ ദേഷ്യം എന്ന് എനിക്ക് ഇതുവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ വന്നത്. എന്റെ ആങ്ങളെ കൊണ്ടുവന്നിട്ടുണ്ട്, മോള് പുറത്തിരിപ്പുണ്ട്, സാറൊന്ന് സംസാരിക്കണം. അവളെ വിളിച്ചകത്തിരുത്തി. ഞാൻ ചോദിച്ചു, എന്താ മോളെ നിന്റെ പ്രശ്നം? അവൾ എന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, താൻ പോളോ. ഞാൻ ചോദിച്ചു, മോളെ എന്താ പ്രശ്നം? താനോട് മിണ്ടണം. അന്ന് പറഞ്ഞു വിട്ടു. അടുത്ത ദിവസം വന്നപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, മോളെ നീയും നിന്റെ അമ്മയും അടുത്ത സുഹൃത്തുക്കളായിരുന്നു. പക്ഷെ കഴിഞ്ഞ 3 മാസമായിട്ട് നിനക്ക് നിന്റെ അമ്മയോട് കാര്യമായ ഒരു ദേഷ്യമുണ്ട്. ഉറപ്പ് എന്തോ ഒരു കാര്യം അമ്മയ്ക്കറിയാൻ പാടില്ലാത്ത, ആർക്കും അറിയാൻ പാടില്ലാത്ത ഒരു രഹസ്യം ഇതിന്റെ പിന്നിലുണ്ട്. ഇത് ആരോടെങ്കിലും പറഞ്ഞില്ലെങ്കിൽ നിന്റെ ചങ്കു തകർന്നു പോകും, നിനക്ക് തല പെരുത്ത് കയറുന്നുണ്ട്. അപ്പൊ നിനക്ക് ഇത് ആരോടെങ്കിലും പറയണം. നിനക്ക് എന്നോട് പറയാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇരിക്കുന്ന എന്റെ ഭാര്യയാണ്, ഇതൊരു ഡോക്ടറാണ്, നീ സംസാരിച്ചു, ഞാൻ മാറിത്തരാം. ശരി എന്ന് പറഞ്ഞ അവളെ തലയായി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നോട് പറയാനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. മാറിയിരുന്നു എന്റെ ഭാര്യയുടെ മുമ്പിൽ ഇരുന്ന് 8 മിനിറ്റ് നേരം അവൾ കരഞ്ഞു. ഞാൻ വീഡിയോയിൽ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കരഞ്ഞു എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പെൺകുട്ടി കരയുന്നത് ഞാൻ കണ്ടിട്ടില്ല. മേശം മുഴുവൻ കണ്ണുനീരിന്റെ ഒരു പുഴ അത് കൂടെ ഒഴുകുക. ഏങ്ങലടിച്ച് അവൾ കരയുക. കരഞ്ഞ ശേഷം ആ ഏങ്ങലടിയുടെ ഇടയ്ക്ക് അവൾ പറഞ്ഞത് ഇതാണ്, ഞാൻ 9ാം ക്ലാസ്സിലെ സ്പെഷ്യൽ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ എന്റെ വീടിന്റെ ബെഡ്റൂമിന്റെ ജനലിലൂടെ കണ്ടത് എന്റെ അമ്മ അയൽവക്കക്കാരന്റെ കൂടെ കിടന്നുറങ്ങുന്നത്. എന്റെ അയൽവക്കക്കാരന്റെ കൂടെ കിടക്ക പങ്കിടുന്ന രംഗമാണ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടത്. പിന്നെ ഞാൻ എങ്ങനെ അവരെ അമ്മയെന്ന് വിളിക്കും സാറേ എന്ന് ചോദിച്ചു. നോക്കിക്കേ, ഇതും ഇവിടെ 7 കിലോമീറ്ററിനുള്ളിൽ നടന്ന ഒരു സംഭവമാണ്.
ഈ സ്ഥലത്ത് നിന്നും 7 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ നടന്ന ഒരു സംഭവമാണ്. നമ്മുടെ നാട്ടിൽ നടന്ന സംഭവം, എന്റെ ട്രാവലയിലുണ്ടായ സംഭവമല്ല. നമ്മുടെ സമൂഹത്തിൽ മാതാപിതാക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടും മക്കളുടെ കയ്യിലിരിപ്പ് കൊണ്ടും ഉണ്ടാകാവുന്ന സംഭവ വികാസങ്ങൾ, ഭാവിയിലേക്ക് വളർന്നു വരേണ്ട ഒരു നല്ല പൗരനെ നല്ല രീതിയിൽ വളർത്താത്തതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഒന്ന് കൈയടിക്കാമോ? നിങ്ങളുടെ എല്ലാവരുടെയും ഇരിപ്പ് കണ്ടിട്ട് ക്ലാസ് കഴിയുമ്പോൾ കയ്യടി കിട്ടുന്ന ലക്ഷണം കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചു വാങ്ങിച്ചതാ. ഒന്നോടെ കൈകൊട്ടു. ഞാൻ ഒന്നെന്ന് പറയുമ്പോൾ 2 പ്രാവശ്യം കൈകൊട്ടണം, 2 എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം കൈകൊട്ടണം, 3 എന്ന് പറയുമ്പോൾ കൈ കൊട്ടരുത്, 4 എന്ന് പറയുമ്പോൾ 1 പ്രാവശ്യം കൈകൊട്ടണം. നോക്കട്ടെ ആരൊക്കെയാണ് താല്പര്യത്തോടെ ഇരിക്കുന്നത്, ആരൊക്കെയാണ് ഫ്രിഡ്ജിലിരിക്കുന്ന മീനിന്റെ കാര്യവും അയൽവക്കത്തെ ഇരിച്ചിട്ട് പോയിക്കുന്ന കൊച്ചിന്റെ കാര്യവും ഓഫീസിൽ നിന്ന് മേടിച്ച ലീവിന്റെ കാര്യവും ഇനിയും പ്രസംഗമോ എന്ന ചിന്തയോടെ ഇരിക്കുന്നവർ ആരൊക്കെയാണ് ഞാൻ പരീക്ഷിക്കാൻ പോയത്. 1, 2, 3, 4. ഇനി ശ്രദ്ധിക്കേ, 4 പ്രാവശ്യം അടിക്കാതെ. 1 എന്ന് പറഞ്ഞാൽ 2, 2 എന്ന് പറഞ്ഞാൽ 3, 3 എന്ന് പറഞ്ഞാൽ വേണ്ട, 4 എന്ന് പറഞ്ഞാൽ ഇനി തെറ്റില്ലല്ലോ, ഉറപ്പാണ്. 1, 3. എന്നിട്ടാണ് അവനോട് എടാ A+B എന്താണ് ബുദ്ധിമുട്ട് പഠിക്കാൻ എന്ന് ചോദിക്കുന്നത് അല്ലെ? ചെറിയൊരു കാര്യം നമുക്ക് ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സാറ് പറഞ്ഞത് വേണം 1 പറഞ്ഞ 2, 2 1 2 3 3 0 4 പഠിക്കണം. നിനക്ക് എന്താണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്? എന്റെ മകൾക്ക് 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ കഴിഞ്ഞ ദിവസം കണക്കിന്റെ പേപ്പർ കിട്ടി. അവരുടെ വർക്ക്ഷീറ്റ് കിട്ടിയപ്പോ 100ൽ 86 മാർക്ക്. ഭാര്യ ഉറഞ്ഞു തുള്ളി. എവിടെ പോയി 4 മാർക്ക്? നിനക്ക് ഞാൻ ദിവസവും 2 നേരം ഭക്ഷണം വെച്ച് തരുന്നതി. അയൽവക്കത്തെ ചിഞ്ചുവിന്റെ മോള് 96 കിട്ടി, നിനക്ക് 86. ഇവിടെ പോയി 4 മാർക്ക്. ഞാൻ പറഞ്ഞു വെയിറ്റ്, നീ എവിടെ പഠിച്ചേ? ഞാൻ പുത്തൻകുരിശ് NGMHS. നിനക്ക് മാത്സിന് എത്ര ഉണ്ടായിരുന്നു? 72. ഞാൻ കടവോട് RMHS, എനിക്ക് 62. അപ്പൊ പിന്നെ നമ്മുടെ മോളെ ആകാശത്ത് പൊട്ടി വീണതാണോ അതോ നമ്മുടെ 2 മോളാണോ? നമ്മുടെ 2 മോളാണ്. പിന്നെ അവർക്ക് എങ്ങനെ തോന്നിട്ട് നമ്മുടെ 2 ബുദ്ധിയും ജീവനല്ലേ അവക്കുള്ളത്. 86 അവർക്ക് കിട്ടിയെങ്കിൽ അടുത്ത പ്രാവശ്യം എന്റെ മോളെ 96 മേടിക്കേ, ഞാൻ സൈക്കിൾ മേടിച്ചാൽ നമ്മളോട് ഓഫർ ചെയ്ത് നോക്കി അടുത്ത പ്രാവശ്യം അവൾ മേടിക്കും. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ആദ്യത്തെ കാര്യവും ഇത് തന്നെയാണ്. മക്കളെ ശാസിക്കുമ്പോൾ, മക്കളോട് നാം എന്തെങ്കിലും കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കണം. അതായത് നിന്നെ ഒന്നിനെ കൊള്ളില്ല, നിന്നെ ഒന്നും പഠിപ്പിച്ചിട്ട് കാര്യമില്ല, നിന്നെ കൊണ്ടൊന്നും ഒരു ഗുണമില്ല, നീയൊക്കെ എന്തിനാണ് നടക്കുന്നത്, ഈ തരത്തിലുള്ള നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് മാറ്റിയ ശേഷം മോൻ അടുത്ത പ്രാവശ്യം ഒരു നല്ല മാർക്ക് മേടിച്ച് കാണിച്ചാൽ അമ്മയ്ക്ക് സന്തോഷമാകുന്നു. അല്ലെങ്കിൽ അച്ഛൻ നിനക്കൊരു ഓഫർ കൊടുക്കുക, ഡ്രൈവിംഗ് സൈക്കോളജിയിൽ പറയുന്നത് ഒരു കൈക്കൂലി ഓഫർ ചെയ്യുന്നത്. നീ അടുത്ത പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് ഞാൻ ഇന്നത് വാങ്ങിച്ചു തരാം എന്ന് പറഞ്ഞ് ഒരു ലക്ഷ്യം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് സാധാരണ പഠിക്കാനും ആ കാര്യത്തെ പിന്തുടരാനും വലിയ താല്പര്യം കാണും. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ലക്ഷ്യം കൊടുക്കാത്തടത്തോളം കാര്യം 86 പേർക്ക് മേടിച്ചിട്ട് ചീത്തത് ഇനിയിപ്പോ 90 മേടിച്ചിട്ടുണ്ടായി ഒക്കെ പോകാം. അവരുടെ മനസ്സിൽ ഒരു നിരാശ കയറാനുള്ള സാധ്യത വളരെയധികമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് കൊടുക്കാൻ നൽകാൻ സാധിക്കുന്നിടത്തോളം കാലം ഒരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. അടുത്തിരിക്കുന്ന ആൾക്ക് ഒരു ഷെയ്ക്കാൻ കൊടുക്കുക, അടുത്തിരിക്കുന്ന ആൾക്ക് നല്ലൊരു ഷെയ്ക്കാൻ കൊടുക്കും, സ്ട്രോങ് ആയിട്ടൊക്കെ കൊടുക്കുക. ഇത് ഒബാമയും മൻമോഹൻ കൊടുത്ത പോലെ അത്ര ശകലമല്ല. നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കാറുണ്ട്. പിന്നെ ഒരാളോട് ഞാൻ ഷേവ് ചെയ്യണമല്ല എന്റെ മക്കൾക്ക് വേണ്ടിയാണ് സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി പുള്ളി നാക്ക് വഴിയില്ല, സേവ് ചെയ്യണമെന്നാണ് പറഞ്ഞത്. ഞാൻ കേട്ടത് ഷേവ് ചെയ്യണമെന്ന്. ഓക്കെ, ഞാൻ ഷേവ് ചെയ്യണത് എന്റെ മക്കൾക്ക് വേണ്ടി, സേവ് ചെയ്യണത് സമ്പാദിക്കുന്നത് എന്റെ മക്കൾക്ക് വേണ്ടിയാണ് പുള്ളി ഉദ്ദേശിച്ചത്. ഓക്കെ, സാരമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ചേട്ടൻ മക്കളെ സ്നേഹിക്കാറുണ്ടെങ്കിൽ ആ സ്നേഹം എങ്ങനെയാണ് അറിയിക്കുന്നത്? എപ്പോഴും ഒരാൾ പറയും മക്കളോട് സ്നേഹമുണ്ട്, നമുക്ക് ആ സ്നേഹം എങ്ങനെ അറിയിക്കാൻ പറ്റും? ലെറ്റർ എഴുതും. അതെങ്ങനെയാണ് ഈ സ്നേഹം എന്ന് പറഞ്ഞാൽ ഇതാണ് സ്നേഹം കേട്ടോ എന്ന് പറയാൻ പറ്റില്ല. അത് എങ്ങനെയാണ് ഈ സ്നേഹിക്കുന്നത്? എങ്ങനെയാണ് അതെങ്ങനെ ഉള്ളിൽ ഇരിക്കട്ടെ, അത് പറ്റൂലല്ലോ. എങ്ങനെയാണ് ഉള്ളിൽ എന്താ എടുക്കുന്നത്? ആ സ്നേഹിക്കുന്നത് എങ്ങനെയാണ്? അതാണ് എന്റെ ചോദ്യം. ആർക്കെങ്കിലും ഉത്തരം പറയാനുണ്ടോ? പറയാം ചേച്ചി. എന്തോ അങ്ങനെ പറയാൻ ഇഷ്ടപ്പെട്ടിരിക്കും. മക്കളോട് സ്നേഹമില്ല, സ്നേഹിക്കാറില്ല എന്നുള്ളതിന്റെ അർത്ഥം
സ്നേഹമുണ്ടോ? സ്നേഹിക്കാറുണ്ടോ? അമ്മ എങ്ങനെയാ പറയൂ. സ്നേഹത്തോടെ പെരുമാറും. അതെങ്ങനെയാ സ്നേഹത്തോടെ പെരുമാറും? അതല്ല എന്നെ ചോദിച്ചു. വ്യക്തമായിട്ട് പറയും. വ്യക്തമായിട്ട് പ്രകടിപ്പിക്കും. ഇതാണ് എന്റെ സ്നേഹം. അതാണോ പ്രകടിപ്പിക്കണേ? എങ്ങനെ പ്രകടിപ്പിക്കും? ആ പ്രവൃത്തി എങ്ങനെ വരും? ആ സ്നേഹത്തോടുകൂടിയുള്ള പ്രവൃത്തി എന്താണ്? നമ്മൾ പ്രകടിപ്പിക്കും. അതെങ്ങനെ പ്രകടിപ്പിക്കും? ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കുന്നത് വെച്ചാൽ എനിക്കറിയാം. അതിന് ഇഷ്ടംപോലെ മാർഗങ്ങളുണ്ട്. ഞാൻ ചോദിച്ച മക്കളെ സ്നേഹിക്കുമ്പോ ആ പ്രകടിപ്പിക്കുന്ന ആ പ്രകടനം എന്താണെന്ന് ചോദിച്ചത്. എന്താണ്? മക്കളോട് നല്ല രീതിയിൽ പെരുമാറി. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മുടെ ദുഃഖങ്ങളും സന്തോഷവും അവരുടെ ദുഃഖങ്ങളും സന്തോഷവും നമ്മൾ അറിയണം. നമ്മുടെ ദുഃഖങ്ങളും സന്തോഷവും അവര് പറയണം. ഞാൻ പാരന്റിങ്ങിനെ കുറിച്ചൊന്നും അല്ല ചോദിച്ചത്. മകനോടോ മകളോടുള്ള സ്നേഹം, ഇഷ്ടം അറിയിക്കുന്ന രീതി എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. എളുപ്പമുള്ളൊരു മറുപടി അതൊന്നും കിട്ടിയില്ല. അത് അവരെ നമ്മൾ തൊട്ട് സ്നേഹിക്കാറ്. ഒരു നല്ല കൈയടി കൊടുത്തേ. ഒരു നല്ല കൈയടി കൊടുത്തേ. എടി എന്നെ ഭയങ്കര ഇഷ്ടമാണ്. അതാണോ തൊട്ട് സ്നേഹിക്കൽ? അല്ല, പിന്നെ എന്താ തൊട്ട് സ്നേഹിക്കൽ? അവരുടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ അവരൊപ്പം ഉണ്ടെന്നുള്ളൊരു തോന്നല്, അല്ലെങ്കിൽ സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും അവരോട് നമ്മൾ സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഒപ്പം തോന്നല്, എല്ലാ കാര്യത്തിലും അവരോട് തോന്നൽ. ഈ തോന്നൽ അത് എങ്ങനെയാണ്? ഈ തൊട്ട് സ്നേഹിക്കാന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവരെ ശ്രദ്ധിക്കുന്നുണ്ടെന്നാണ് തോന്നൽ. അതെങ്ങനെയാ തോന്നൽ കാട്ടുന്നേ? എന്റെ ചേച്ചി ഒന്നും എഴുതിട്ടൊന്നും ആൾക്കാരെ വേണ്ട. മൈക്ക് പിടിച്ചേ എല്ലാരും കേൾക്കുമെന്ന് പറഞ്ഞാൽ എന്താ? എന്റെ മക്കളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എനിക്ക് സന്തോഷം തോന്നിയാൽ ഞാൻ അവർക്ക് ക്ഷയിക്കാൻ കൊടുക്കും. പിന്നെ പരീക്ഷ കഴിഞ്ഞ് മാർക്ക് കിട്ടുമ്പോ കുറഞ്ഞു പോയെന്നുണ്ടെങ്കിൽ സാരില്ല, അടുത്താണ് വരുമ്പോഴത്തേക്ക്. അപ്പൊ എന്റെ ചോദ്യം, നമ്മളിൽ എത്ര പേര് മക്കൾക്ക് ക്ഷയിക്കാൻ കൊടുക്കാറുണ്ട്? ഓ പിന്നെ ഞങ്ങളെ സായിപ്പന്മാരില്ലേ, അവർക്ക് ക്ഷയിക്കാൻ കൊടുക്കാറ് വേറെ പണിയൊന്നും. എത്ര നല്ല ഫലം ഒരു ക്ഷയിക്കാൻ ഉണ്ടാക്കും എന്ന് അറിയണമെങ്കിൽ നിങ്ങളത് കൊടുത്തു നോക്കണം. കൊടുത്തു നോക്കണം. കളാട്ടാ ഞാൻ വന്നപ്പോഴേ ഞാനൊരു ഉമ്മാനെ ചെറിയ മോള് 2ാം ക്ലാസ്സിൽ പഠിക്കുന്നത്. പഠിക്കാൻ ഇച്ചിരി മടിയുണ്ട്. എന്നാള് പഠിച്ചു വന്ന ഭയങ്കര ഹാപ്പിയാണ്. അപ്പൊ ഞാൻ നല്ലൊരു ഉമ്മ കൊടുക്കും. ഒരു കൈയടി കൊടുക്കും. ഒരു കൈ പേരെന്താ? ഒരു കൈയടി കൊടുക്കും. നല്ലൊരു കൈയടി കൊടുക്കും. അപ്പൊ എന്റെ രണ്ടാമത്തെ ചോദ്യം, നിങ്ങളിൽ എത്ര പേര് മക്കൾക്ക് ഉമ്മ കൊടുക്കാറ്? ഓ പിന്നെ 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന ചെറുക്കനല്ല ഇരിക്കാൻ ഉമ്മ കൊടുക്കാൻ പോണേ. നിങ്ങളൊരു ഉമ്മ കൊടുത്തു നോക്കണം. അത് കൊടുത്ത് കഴിഞ്ഞ് അത് കിട്ടുന്ന ഇഫക്റ്റ് നിങ്ങളുടെ വിചാരത്തിന്റെയും ചിന്തയുടെയും അപ്പുറം. 12ാം ക്ലാസ്സിലുള്ള മകനെ വിളിച്ച് അടുത്ത് നിർത്തി നെഞ്ചോട് ചേർത്ത് അണച്ച് അവനെ കെട്ടിപ്പിടിച്ച് അവന്റെ തലയിലൂടെ ഒന്ന് തലോടി അവനൊരു ഉമ്മ കൊടുത്തിട്ട് പറ, മോനെ എനിക്ക് എല്ലാവരും A+ നീ വാങ്ങിച്ച് തന്നോടാ. അമ്മയുടെ ആഗ്രഹമാണ്. ഒന്ന് പറഞ്ഞു നോക്കും. ഒന്ന് പറഞ്ഞു നോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കും. വലിയ കൊച്ചല്ലേ, അതിന്റെ സമയം കഴിഞ്ഞു പോയില്ലേ എന്ന് ചിന്തിക്കാതെ അവനെ ഒന്ന് അടുത്ത് പിടിച്ച് അവളെ ഒന്ന് അടുത്ത് പിടിച്ച് ശരിക്കും കെട്ടിപ്പിടിച്ച്, അല്ലാണ്ട് വീട്ടിൽ എവിടെയും പോലെ എല്ലാവരും അവർക്കല്ലേ ആത്മാർത്ഥതയുടെ അംശം ചേർത്തുകൊണ്ട് ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു സ്നേഹം മക്കൾക്ക് കൊടുക്കാൻ നമുക്ക് എന്ന് സാധിക്കുന്നുവോ അന്ന് അതിന് ഫലമുണ്ടാകും. തീർച്ചയായിട്ടും ഫലമുണ്ടാകും. ഒന്ന് തൊട്ട് സ്നേഹിക്കുക. അതന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അച്ഛൻ ദിവസവും ജോലിയെടുത്ത് കഷ്ടപ്പെട്ട് കാശുണ്ടാക്കി വൈകുന്നേരം കള്ളുപിടിച്ചിരുന്ന അറിയാ നിനക്ക് വേണ്ടിയാണ്. കഷ്ടപ്പെട്ട് ജോലി ഉണ്ടാക്കുന്നുണ്ട്, ജോലി ചെയ്ത് കാശുണ്ടാക്കുന്നുണ്ട്. അമ്മ ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട്, വീട്ടിൽ കഷ്ടപ്പെട്ട് പണികൾ ചെയ്യുന്നുണ്ട്. എല്ലാം ശരിയാണ്. പക്ഷേ അതെല്ലാം മക്കൾക്ക് വേണ്ടിയാണെന്ന് പറയുന്നുണ്ട് എങ്കിലും നമ്മുടെ ഉള്ളിൽ ഉത്തരവാദിത്തമുണ്ട് എങ്കിലും അവർക്ക് വേണ്ടത്, പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന പുതിയ തലമുറയ്ക്ക് വേണ്ടത് അതിന്റെ ഒരു പ്രകടനമാണ്. അതൊക്കെ ഇച്ചിരി അഭിനയായി പോകില്ലേ? ചില അമ്മമാർ പറയും എനിക്ക് സ്നേഹമൊക്കെ എനിക്ക് കാണിക്കാനും അറിയാൻ പാടില്ല, ഞാൻ അങ്ങനെ ആയിപ്പോയി, എനിക്ക് അങ്ങനെ കാണിക്കാൻ വേണ്ടി അറിയാൻ പാടില്ല. കാണിക്കണം, കാണിച്ചേ പറ്റൂ. അതിനൊരല്പം അഭിനയം ചേർത്താലും വലിയ തെറ്റില്ല. നിങ്ങൾ 2 പ്രാവശ്യം അഭിനയിച്ച് കഴിയുമ്പോൾ അടുത്ത പ്രാവശ്യം അത് ഒറിജിനലായിട്ട് മാറും. അമ്മായിമ്മ ഭയങ്കര കുശുംബിയാണെന്ന് മരുമോൾക്ക് ഒരു പരാതി. മരുമോള് 3 മാസം സഹിച്ചു. 3ാമത്തെ മാസം അമ്മാവൻ ഹോമിയോ ഡോക്ടർ എടുത്ത് പറഞ്ഞു, എന്റെ പൊന്ന ചായ ഒരു നിവൃത്തിയില്ല തള്ളനെ കൊണ്ട്.
എന്നെ കെട്ടിയവനെ അടുത്തിട്ടാൻ സമയമില്ല, വർത്താനം പറയാൻ സമയമില്ല, വീട്ടിൽ പണി ഒരു ശ്രമം ചെയ്യില്ല. അതുകൊണ്ട് ഞാനൊന്ന് തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ആ തള്ളേനെ തട്ടിക്കളയാൻ. ഇത് അമ്മായിനെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഗൾഫിന് പുറത്തോട്ട് പോകണമല്ലോ. അപ്പൊ ഇതൊരു വിലങ്ങ് തടിയാണ്. ഒരു കാര്യത്തിൽ സഹകരിക്കുന്നില്ല. അതുകൊണ്ട് ഈ തള്ളേനെ തട്ടിയാലേ കാര്യം നടക്കുള്ളൂ. നീ പറയുന്നത് അത് നിസ്സാര കാര്യം. നിങ്ങളെ കൊല്ലുകയെന്ന് വെച്ചാൽ അങ്ങനെ വേണ്ട. നിങ്ങളുടെ ഹോമിയോ ഡോക്ടറല്ലേ ചായ? അച്ഛൻ ഒരു കാര്യം ചെയ്യും, എന്തെങ്കിലും സ്ലോ പോയിസൺ ഉണ്ടാകും, ഞാൻ ദിവസം ചോറിന് കലക്കി കൊടുക്കാം. അപ്പൊ ഒരു മാസം കൊണ്ട് ആളുടെ വഴി വരും. അതോടുകൂടി നമ്മൾ ഫ്രീ ആവും. നിർബന്ധത്തിന് വേണമെങ്കിൽ അമ്മാവൻ ഡോക്ടറെ കുറച്ച് ഗുളിക എടുത്തു കൊടുത്തു. എല്ലാ ദിവസവും ചായയിലോ പാലിലോ ഒക്കെ കലക്കി കൊടുത്തോളാൻ പറഞ്ഞു. അമ്മായി എനിക്ക് വിഷം കലക്കി കൊടുക്കൽ പ്രക്രിയ മകൾ ആരംഭിച്ചു. സ്ലോ പോയിസൺ ഇല്ല, പയ്യെ പയ്യെ അടിഞ്ഞുകൂടി ഒരു മാസം കൊണ്ട് ചാവുള്ളൂ. ഒന്നാമത്തെ ദിവസം കൊടുത്തു, രണ്ടാമത്തെ ദിവസം ചായ അറിഞ്ഞില്ല കേട്ടോ, ഒരു രുചി വ്യത്യാസവും ഇല്ല. അമ്മ എടുത്ത് കുടിച്ചു, വളരെ സന്തോഷമായി. പക്ഷെ കുശുമ്പിന് ഒരു കുറവില്ല കേട്ടോ. മൂന്നാമത്തെ ദിവസം ഈ അമ്മാവ് വിളിച്ചിട്ട് പറഞ്ഞു, എടി നീ ഇത് കൊടുത്തിട്ട് എങ്ങാൻ ഈ അമ്മ മരിച്ചു കഴിയുമ്പോ ആൾക്കാർ പറയും നിങ്ങൾ തമ്മിൽ വഴക്കായിരുന്നു, നീ വല്ലതും ചെയ്തിട്ടാണോ അമ്മ ചത്തയെന്നൊരു ധാരണ വരും. അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം, നീ സ്നേഹിക്കുന്നത് പോലെ ഒന്ന് അഭിനയിക്കണം. അല്ലെങ്കിൽ നാട്ടുകാർ ചിലപ്പോൾ നിനക്കെതിരെ പോലീസിന് പരാതി കൊടുക്കും. പിറ്റേ ദിവസം മരുമോളം ചെയ്ത് ചായ ഉണ്ടാക്കിയിട്ട് അമ്മേ ചായ ഇരിക്കുന്നു കുടിക്കാൻ വരും. അമ്മയ്ക്ക് അത്ഭുതമായി. 3 മാസമായിട്ട് ഇതുവരെ അവൾ ചായ ഉണ്ടാക്കിയിട്ട് ചായ കുടിക്കാൻ വിളിച്ചിട്ടില്ല. ചെന്നു ആദ്യം പൂച്ചയ്ക്ക് വെച്ചു കൊടുത്തു. ഞങ്ങൾ വിഷമല്ല കളിക്കുന്നതാണോ അറിയണോ. പൂച്ചയ്ക്ക് കുഴപ്പമൊന്നുമില്ല. അവസാനം അമ്മ ഞങ്ങളുടെ വീട്ടിൽ നടന്നാൽ മതി. ഇവിടെ ഇതെങ്ങനെ അറിഞ്ഞു കൊടുത്തു. അടുത്ത ദിവസം അമ്മായിമ്മയുടെ തുണിയൊക്കെ എടുത്ത് അലക്ക് മിഷൻ ഇട്ടു. അമ്മയെ ഞാൻ തുണി അലക്കാനിട്ടുണ്ടോ. അടുത്ത ദിവസം ചക്കപ്പുഴുക്ക്, അമ്മയ്ക്ക് ചക്കപ്പുഴുക്ക് ഇഷ്ടമല്ല, ഞാൻ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. വേറെ ദിവസം ചോറ് വിളമ്പി കൊടുക്കുന്നു. ഒരു 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെയൊക്കെ അറിയാതെ ഗുളിക എല്ലാ ദിവസവും കൊടുക്കുന്നുണ്ട് കേട്ടോ, അത് വേറെ കാര്യം. 2 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് അമ്മായിമ്മയ്ക്ക് ഭയങ്കര അത്ഭുതം. ഞാൻ വിചാരിച്ചത് എന്റെ മോനെ പ്രേമിച്ച് കെട്ടിയത് കൊണ്ട് അവളോടൊരു ദേഷ്യം ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പക്ഷെ അവള് തന്നെ പിടിക്കുക. വീട്ടിൽ എല്ലാ കാര്യവും ഭംഗിയായിട്ട് ചെയ്യുന്നു, സ്നേഹമായിട്ട് ചെയ്യുന്നു. എന്നെ ഇത്രയും നന്നായിട്ട് നോക്കാൻ പറ്റി കെട്ടിയോന്നില്ലാത്ത എന്നെ ഈ മരണ അവസാന കാലത്ത് നന്നായിട്ട് നോക്കാൻ പറ്റിയൊരു മരുമോളല്ലേ ഇവള്. അതുകൊണ്ട് ഇവളെ ഒന്ന് സ്നേഹിച്ചേ പറ്റുള്ളൂ. അതിനൊക്കെ സുശീലയോട് പറഞ്ഞു, സുശീലെ നമ്മൾ വിചാരിച്ച പോലെ അല്ല കേട്ടോ, ഇവിടെ ആളും പിടിക്കുക, വീട്ടിലെ പണികളെല്ലാം ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, എന്നെ നന്നായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അവളെ സ്നേഹിക്കാൻ തീരുമാനിച്ചു. പിറ്റേ ദിവസം മോള് ജോലി കഴിഞ്ഞു വന്നപ്പോ ചായ കടി റെഡി. അടുത്ത ദിവസം മോളുടെ ചുരിദാർ എടുത്ത് കഴുകുന്നു, മോളെ തലയിൽ തലോടുന്നു. ഭയങ്കര സ്നേഹം. അയൽവക്കത്താണ് നാട്ടുകാർ വെട്ടിപ്പോയി. ഇരി പാമ്പം പോലെ ഇരുന്ന അമ്മായിനെയും മരുമോളും ഒന്നിനൊന്നും മെച്ചം. 4ാമത്തെ ആഴ്ചയായപ്പോഴാണ് മരുമോൾ പെട്ടെന്ന് ഓർക്കുന്നത്, അയ്യോ ഈ ആഴ്ച കഴിഞ്ഞാൽ അമ്മായിമ്മയുടെ പണി ചെയ്യും. ഓടി അവൻ അമ്മാവന്റെ എടുത്തിട്ട്, എന്റെ അമ്മാവോ എനിക്ക് എന്റെ അമ്മയെ വേണം. അമ്മയെ മുതുക്കിത്തള്ള കുശുമ്പി എന്നൊക്കെയാണല്ലോ നീ വിളിച്ചോണ്ടിരുന്ന എന്റെ അമ്മായിമ്മ. ഇപ്പൊ ഇങ്ങനെ നിനക്ക് പെട്ടെന്ന് അമ്മയായത്. അയ്യോ ഒന്നും പറയേണ്ട എന്റെ അങ്ങളെ, ഞാൻ അങ്ങോട്ട് കുറച്ച് സ്നേഹം കൊടുത്തപ്പോഴത്തേക്കും വലിയ സ്നേഹം എനിക്ക് അമ്മ ഇങ്ങോട്ട് തോന്നും. അതുകൊണ്ട് ഞാൻ അറിയാണ്ട് ഗുളിക കൊടുത്ത് 3 ആഴ്ച കഴിഞ്ഞു, എന്റെ അമ്മ ചാവണ്ട. അപ്പോഴാണ് അമ്മാവൻ പറയുന്നത്, അത് വിഷഗുളികയൊന്നും അല്ല, അത് ചുമ്മാ ഒരു ഹോമിയോ ഗുളിക നിനക്ക് തന്നു വിട്ടതാണ്. നിന്നെ ഒന്ന് പരീക്ഷിക്കാനും നിന്നെ ഒന്ന് നന്നാക്കാനും വേണ്ടിയിട്ട് നിന്റെ മനസ്സ് മാറിക്കഴിഞ്ഞപ്പോ അവരുടെ മനസ്സ് മാറി. ഇത് തന്നെയാണ് നമ്മുടെ മക്കളുടെ കാര്യം, ഇത് തന്നെയാണ് നമ്മുടെ ഭാര്യമാരുടെ കാര്യം, ഇത് തന്നെയാണ് നമ്മുടെ ഭർത്താക്കന്മാരുടെ കാര്യവും. നിങ്ങൾ മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്നാണ് നിങ്ങളുടെ മനസ്സിൽ, അത് അങ്ങോട്ട് ചെയ്തേക്കാം. പ്രശസ്തമായ ബൈബിൾ വാക്യാണ്, മറ്റുള്ളവർ നിങ്ങളോട് എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു അത് നിങ്ങൾ മറ്റുള്ളവരോട് ചെയ്യാം. ഭർത്താവിനോട് ഇങ്ങനെ പെരുമാറണം, അതേപോലെ അങ്ങോട്ട് കൊടുത്തു. മക്കളെന്നോട് ഇങ്ങോട്ട് പെരുമാറണം, ഇങ്ങനെ പെരുമാറണം, അങ്ങനെ കൊടുത്തു. അതുപോലെ എവിടെ പോയി കിടന്നേ ചോദിക്കുമ്പോ എന്ത് എളുപ്പം. ആ വാക്കിന്റെ അർത്ഥം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആരുടെ കൂടെ എവിടെ പോയി കിടന്നിട്ടാടി നീ വരുന്നത്, അതാണ് ആ വാക്കിന്റെ അർത്ഥം. സ്വന്തം മകളോടെ ചോദിക്കുന്നത്. നാട്ടിൻപുറത്ത് പ്രയോഗമാണ് എവിടെ പലർക്കാരും. അതിന്റെ അർത്ഥം നമ്മൾ ചിന്തിക്കുന്നില്ല. എത്ര വൃത്തികെട്ട അർത്ഥമുള്ള ഒരു വാക്കാണെന്ന് ആലോചിച്ച് നോക്കും. നീ എന്തിനാ എന്റെ പുറത്ത് കുതിര കാണുന്നത്? സാധാരണ ചോദിക്കുന്ന കുതിര സെക്സിന്റെ അടയാളമാണ്. കുതിര കയറുക എന്ന് പറഞ്ഞാൽ അമിതമായ ലൈംഗിക ആസക്തി പ്രകടിപ്പിക്കുക എന്നതാണ്. അപ്പൊ കുതിര കയറുക എന്ന് പറയുന്നത് ഏറ്റവും തെറ്റായ ഒരു പ്രയോഗം മക്കളോട് പറയാനുള്ളത്. അർത്ഥം അറിയാതെ പലപ്പോഴും നമ്മൾ അവരെ ചീത്ത പറയാറുണ്ട്. കാര്യം അറിയാതെ പലപ്പോഴും വഴക്ക് പറയുന്നു. അവന് നമ്മൾ എന്തെല്ലാം പ്രയോഗിച്ചേക്കണം. ഒരു വേണ്ടെങ്കിൽ ഒലക്കെ പുറത്ത് കിടക്കാം. പണ്ടില് കേൾക്കണമെന്നറിയോ? ഇത് കേട്ട് എനിക്ക് സംശയം. ഒരു വേണ്ടെങ്കിൽ ബെഞ്ച് പുറത്ത് കിടക്കാൻ പറഞ്ഞാൽ പിന്നെ വേണ്ടില്ല. ഈ ഒരു വേണ്ടെങ്കിൽ ഒലക്കയുടെ പുറത്തേക്ക് കിടക്കുന്നത് ഒരാൾക്ക് തന്നെ കിടക്കാൻ ബുദ്ധിമുട്ട്. അതെങ്ങനെ കിടക്കുന്നത്? 2 പേര് പിടിച്ചു കിടന്നു, 2 പേര് ചേർന്ന് കിടക്കുന്നു. പക്ഷേ ഒരു വേണ്ടെങ്കിൽ ഒലക്കയുടെ പുറത്തേക്ക് കിടക്കാം. ഞാനിത് സെർച്ച് ചെയ്ത് സാഹിത്യ മഞ്ജരി മുതൽ ശബ്ദ ശൈലി നിഘണ്ടു എന്ന് പറയുന്നൊരു നിഘണ്ടുവിൽ പോയി തപ്പി കഴിഞ്ഞപ്പോ അവിടെ അതിന്റെ കഥ കൊടുത്തിട്ടുണ്ട്. അപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്. പണ്ട് കാലത്ത് കുടിയന്മാരുള്ള വീട്ടിൽ ഭർത്താക്കന്മാര് കള്ളു കുടിച്ചിട്ട് വന്നാൽ ഭാര്യക്കിട്ട് എടുത്തിട്ട് തല്ല. എന്തു വെച്ചാൽ തല്ലണ്? ഒലക്ക കൊണ്ടാ തല്ലണ്. ഒലക്ക ശരിക്കും ഇവിടെ ഇരിക്കുന്നത് ഏത് മുറിയിലിരിക്കുന്നത്? ഒലപ്പുരയിലിരിക്കുന്നത്. ഒരലിന്റെ കൂടെ ഒലപ്പുരയിലാണ് ഒലക്ക ഇരിക്കുന്നത്. കുടിയന്മാരുള്ള വീട്ടിൽ മിക്കവാറും അടുക്കളയുടെ സൈഡിൽ ഒലക്ക കാണും.
കുടിച്ച് നല്ല ഭക്ഷണമൊന്നും കിട്ടിയില്ലെങ്കിൽ അപ്പൊ തന്നെ എടുത്ത് ഭാര്യക്കിട്ട് തല്ലാനായിട്ട്. അപ്പൊ ഒരുമയുണ്ടെങ്കിൽ ഒലക്ക വരയ്ക്കാതിരിക്കില്ല, എവിടെ ഇരിക്കും? പുറത്ത് കിടക്കും. ഒരുമയുണ്ടെങ്കിൽ ഒലക്ക പുറത്ത് കിടക്കും എന്ന് പറഞ്ഞാൽ ഒരുമയുണ്ടെങ്കിൽ ഒലക്ക പുറത്തും കിടക്കും എന്ന് നമ്മൾ ആക്കി മാറ്റി. ഒരുമയുണ്ടെങ്കിൽ ഉലക്ക പുറത്ത് കിടക്കും എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞുകൊണ്ട് ഒരുമയുടെ ഉലപ്പുറത്ത് കിടക്കാം എന്നാണ്. ആർക്കാണ്ട് വേണ്ടി അനുസരിച്ച് നാളെ ആർക്കാണ്ട് വേണ്ടി ഓക്കാനിക്കുന്നത് എങ്ങനെയാ പഞ്ചലുണ്ടായിട്ട് ഓക്കാനിക്കാണ് സ്വന്തമായിട്ട് ഓക്കാനിക്കുന്നത്, ആർക്കാണ്ട് വേണ്ടി ഓക്കാനിക്കരുത്. ശോശാമ്മയുടെ മോള് ജെസ്സിയുടെ കല്യാണം കഴിഞ്ഞു, വീട്ടിലെത്തി. ജോണിയുടെ ഭർത്താവ് ജോണിയാണല്ലോ. ഒരാഴ്ച കഴിഞ്ഞപ്പോ അയൽപക്കത്ത് സുശീല വന്നു. എന്തായി കാര്യങ്ങളൊക്കെ? എല്ലാം മംഗളകരമായി പോകുന്നു. ഒരു മാസം കഴിഞ്ഞു വീണ്ടും സുശീല വന്നു. എന്തായി ശോശാമ്മ? വിശേഷങ്ങൾ എന്തെങ്കിലും ആയോ? ഓ, ഒരു മാസമല്ലേ ആയുള്ളൂ, വിശേഷമൊന്നും ആയില്ല, ആയിക്കൊണ്ടിരിക്കുന്നു. 2-ാം മാസം കഴിഞ്ഞപ്പോ വീണ്ടും വന്നു അയൽപക്കക്കാരി സുശീല. ഒന്നും ആയില്ലേ? ഒന്നും ആയില്ല. ജോണിയും ജെസ്സിയും ഇവിടെ ഭയങ്കര ഫാമിലി പ്ലാനിങ്ങില്ല. അവർക്ക് ഒരു വർഷം കഴിഞ്ഞിട്ട് മതി കുട്ടികളെന്നാണ് ആഗ്രഹം. പക്ഷെ അയൽവക്കക്കാർ എനിക്ക് ഓർക്കുന്നില്ലല്ലോ. 3-ാം മാസം വന്നപ്പോ ചോദിച്ചു, ആർക്കാ കുഴപ്പം, ജോണിക്കാണോ അതോ ജെസ്സിക്കാണോ? അപ്പോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ 3 മാസമായിട്ട് വിശേഷമൊന്നും ആവാറാവില്ലോ. ജെസ്സി തീരുമാനിച്ചു, അമ്മായിമ്മയുടെ ഈ ശല്യവും അയൽവക്കക്കാരി സുശീലയുടെ വാദപടിയും പരദൂഷണവും സഹിക്കാൻ വയ്യാതെ ജെസ്സി പിറ്റേ ദിവസം രാവിലെ വെറും വൈകിട്ട് പുറത്തിറങ്ങിയത്. അതോടുകൂടി അയൽപക്കത്തെ സുശീലയ്ക്ക് സന്തോഷമായി. നാട്ടിൽ മുഴുവൻ നോട്ടീസ് അടിച്ചു, ശോശാമ്മയുടെ മകൻ ജോണിയുടെ ഭാര്യ ജെസ്സിക്ക് വിശേഷമായി. എവിടെയാ? ചുമ്മാ അഭിനയിച്ചതാ. അതാണ് ആർക്കാണ്ട് വേണ്ടി ഓക്കാനിക്കരുത് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലി ഉണ്ടായതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യുക. ദയവേത് മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യാതിരിക്കുക. നമ്മുടെ മക്കളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാതെ, താരതമ്യം ചെയ്യാതെ അവൻ എന്ന വ്യക്തിക്ക് നമുക്കൊരു മൂല്യം കൊടുക്കുക. അവൻ ആരാണോ, അവൻ എന്തെല്ലാം കഴിവുകളുണ്ടോ അതിനൊരു മൂല്യം കൊടുക്കുക. നമ്മള് നമ്മുടെ മക്കൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്. സർപ്രൈസ് ഇങ്ങനെ സർപ്രൈസ് ഒക്കെ വാങ്ങിക്കാൻ കിട്ടും. അവന്റെ പിറന്നാൾ എന്താണെന്ന് അറിഞ്ഞിട്ട് അവനൊരു സർപ്രൈസ് സമ്മാനം മേടിച്ചു കൊടുത്തിട്ടുണ്ടോ? ഒരു എഴുത്തെഴുതിയിട്ട് അവന്റെ സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവന്റെ പുസ്തകത്തിന്റെ അകത്ത് ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ അവൻ വീട്ടിലേക്ക് വരുമ്പോൾ അവനെ ഞെട്ടിക്കാൻ പാകത്തിന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സർപ്രൈസ്, എന്തെങ്കിലും അവൻ ഓർക്കാവുന്ന രീതിയിലുള്ള ഒരു അത്ഭുതം അവന് കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ അവൾക്ക് കൊടുത്തിട്ടുണ്ടോ? ആയുഷ്കാലം അവൾ ഓർത്തിരിക്കാൻ പാകത്തിന് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് നമ്മളോടുള്ള സ്നേഹവും കടപ്പാടും വളരെ വലുതായിരിക്കും. എന്റെ മകളുടെ പിറന്നാളിന് ഒരു സർപ്രൈസ് കൊടുക്കുക എന്നുള്ളത് എന്റെ ഒരു ഹോബിയാണ്. ആദ്യത്തെ പിറന്നാൾ, ഒരു 5-ാമത്തെ പിറന്നാളാണെങ്കിൽ വാതിലിന്റെ പുറത്ത് പൂവൊക്കെ ബൊക്കെയൊക്കെ ഉണ്ടാക്കിയിരിക്കും. വാതിൽ കിടക്ക കഴിഞ്ഞു, വാതിൽ തുറന്നു വരുമ്പോഴത്തേക്കും ഇതേ പൂ ബൊക്കെ കാണുന്നു, ഹാപ്പി ബർത്ത്ഡേ, സന്തോഷം. വേറൊരു പിറന്നാളാണെങ്കിൽ ഒരു കുറിപ്പുണ്ടാവും തലോടെ അടിയിൽ. ലെറ്റർ ബോക്സിൽ നോക്കുക, ലെറ്റർ ബോക്സിൽ ഒരു കുറിപ്പുണ്ടാവും. മിക്സിയുടെ അത് നോക്കുക, മിക്സിയുടെ ഒരു കുറിപ്പുണ്ടാവും. ഗ്യാസിന്റെ അടിയിൽ നോക്കുക, ഗ്യാസിന്റെ അടിയിൽ ഒരു കുറിപ്പുണ്ടാവും. യേശുവിന്റെ ഫോട്ടോയുടെ പുറകിൽ നോക്കുക, അവിടെ ഒരു കുറിപ്പുണ്ടാവും. ബൈബിൾ മത്തായി 3:16 പരിചയം. വേഗം ബൈബിൾ എടുത്ത് നോക്കും. നീ എന്റെ ശിരോവസ്ത്രം, ഓ അപ്പൊ തലയിലണിയുന്ന എന്തോ ആണ്. വേഗം നോക്കുമ്പോൾ തൊപ്പിയുടെ അടിയിൽ ഒരു സാധനം ഇരിപ്പുണ്ട്, വേഗം അത് എടുത്ത് നോക്കും. അങ്ങനെ ഒരു 5 സ്ഥലത്ത് 10 സ്ഥലത്ത് കറക്കി അവസാനത്തെ സ്ഥലത്ത് സമ്മാനം കൊണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ സർപ്രൈസ് ഒക്കെ കൊടുത്തു ബർത്ത്ഡേകൾ കഴിഞ്ഞു. കഴിഞ്ഞത് 10-ാമത്തെ പിറന്നാളായിരുന്നു. 10-ാമത്തെ പിറന്നാളായപ്പോഴത്തേക്ക് എന്റെ കയ്യിൽ സ്റ്റോക്ക് ഒക്കെ തീർന്നു. ഇനിയിപ്പോ എന്ത് സർപ്രൈസ് കൊടുക്കാന്? എനിക്ക് അത്ഭുതമൊന്നും ഓർമ്മ വരുന്നുമില്ല. പിറന്നാൾ അടുക്കുകയും ചെയ്തു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഈ പിറന്നാളിന് മോളോട് ഹാപ്പി ബർത്ത്ഡേ പറയണ്ട. അതാണ് ഏറ്റവും വലിയ സർപ്രൈസ്. അവിടെ രാവിലെ എഴുന്നേറ്റു, അപ്പേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? പിന്നെ ബുധനാഴ്ച ആകാല്ല, വേറെ പ്രത്യേകതയുണ്ട്. വേറെ എന്ത് പ്രത്യേകത? നീ വേറെ സ്കൂളിൽ നോക്ക്. നമുക്ക് ആകെ നിരാശയായി. കാരണം എഴുന്നേറ്റ് വരുമ്പോ കേക്ക് കെട്ടിയത്, ഡെക്കറേഷൻ, ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ കാണാനാണ്, ഇതൊന്നും കാണാനില്ല. അവൾ വേഗം അടുക്കളയിലേക്ക് പോയപ്പോ അവളുടെ ഗ്രാൻഡ് മദർ, മുത്തശ്ശി അവിടെ പഠിച്ചത്. മമ്മി എന്നെ വിളിച്ചായിരുന്നു? ഞാൻ വിളിച്ചായിരുന്നു. മുകളിൽ തന്നെ ചെവി പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ സോക്സ് പുറത്ത് കൊണ്ടെടുത്തോ വഴി. ബർത്ത്ഡേ പറയാനാണ് ഞാൻ അത് പോയി. അത് കഴിഞ്ഞ് അമ്മയുടെ അടുത്ത്, അമ്മ ഞാൻ സ്കൂളിൽ പോകാറായി, വേഗം എന്തെങ്കിലും ഒക്കെ കിട്ടി, വേഗം എന്ത് വേഗം ഉണ്ടെങ്കിൽ പുസ്തകം എടുത്തിട്ട് വേഗം കൂടി. നമുക്ക് ആകെ നിരാശയായി. കാരണം ബർത്ത്ഡേക്ക് ഇതൊന്നും അല്ല ഇവിടുത്തെ ഒരുക്കങ്ങൾ. എല്ലാരും മറന്നു എന്റെ പിറന്നാള്. എന്റെ ഇവിടെ വണ്ടിയിൽ കയറി തിരുവാങ്കുളത്ത് വന്നു, ബസ് വരാൻ പോകുന്നു. ബസ് സ്റ്റോപ്പിൽ നിൽക്കുക. എന്നാലും അപ്പയ്ക്ക് എന്നോടൊന്നും പറയാനില്ല. നിന്നോടൊന്നും പറയാൻ ബസ് വരാൻ സ്കൂളിൽ വന്നു നോക്കും. ഞാനൊരു പാട്ട് പാടിക്കോട്ടെ. പാട്ട് പാടാൻ ബസ് വരുന്നത് ആ പാട് ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ ട്യൂൺ പാടില്ല. അത് കേട്ടിട്ടെങ്കിൽ ഞാൻ ഹാപ്പി ബർത്ത്ഡേ പറയട്ടെ എന്ന് വിചാരിച്ചു. ഒന്നും വേണ്ടില്ല. നീ പാട്ടൊക്കെ നിർത്ത്, വണ്ടി കയറാൻ. ഐ കൻ സീ ടീയേഴ്സ് ഡ്രിപ്പിംഗ് ഔട്ട് ഓഫ് ഹർ ഐസ്. അവളിങ്ങനെ കണ്ണും നിറഞ്ഞ് കരയുക ബസ്സിലിരുന്ന്. ഇങ്ങനെ ആക്ഷൻ കഴിക്കുന്നുണ്ട്. ഞാൻ ഒന്നും വേണ്ടിയില്ല. ബസ് പോയി.
അങ്ങനെ ഒരു സർപ്രൈസ് കൊടുത്തു. സർപ്രൈസ് ആണെന്നില്ല, സ്കൂളിൽ ഇറങ്ങി ചെന്നു, കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് ക്ലാസ്സിലേക്ക് കയറി ചെന്നപ്പോൾ അവള് കണ്ടത് അവളുടെ ക്ലാസ്സിൽ വലിയൊരു ബാനർ, അവളുടെ ഫോട്ടോയോട് കൂടി ഹാപ്പി ബർത്ത്ഡേ നോറ. ഞാൻ പ്രിന്റ് ചെയ്ത് തലേദിവസം കൊണ്ടേ കെട്ടിയതാണ്. മുമ്പിൽ നടി വലിയൊരു കേക്ക് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാ. അച്ഛന്റെ സ്പെഷ്യൽ പെർമിഷൻ മേടിച്ച് ക്ലാസ് ടീച്ചർ അറേഞ്ച് ചെയ്ത് ക്ലാസ് ടീച്ചർ എടുത്ത് നിൽക്കുന്നു, ചുറ്റും കുട്ടികൾ നിൽക്കുന്നു. കരഞ്ഞ് ക്ലാസ്സിലേക്ക് കയറി ചെന്നവരുടെ മുമ്പിൽ അവരെല്ലാവരും ചേർന്ന് ബർത്ത്ഡേ സോങ് പാടി ഹാപ്പി ബർത്ത്ഡേ ടു യു. സർപ്രൈസ് ആയി പോയി. ഇത്രയും സങ്കടം എനിക്ക് ഒരുക്കി വന്നത് ഇത്രയും വലിയ സർപ്രൈസിനാണല്ലോ എന്ന് അവള് തിരിച്ചറിഞ്ഞത് ആ നിമിഷം. എന്റെ അപ്പ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞാനും എന്റെ അമ്മയും എന്റെ ഭാര്യയും കൂടെ ആ മുറിയിലേക്ക് കടന്നു വന്നു. അവിടെ വെച്ച് ഞങ്ങൾക്ക് കേക്ക് വന്നു. അങ്ങനെ ഒരിക്കലും മറക്കാത്ത ഒരു 10ാമത്തെ പിറന്നാള് ആഘോഷിച്ചു. എനിക്ക് തോന്നുന്നില്ല ഭാവിയിൽ വേറൊരുത്തന്റെയും കൂടെ അവള് ഒളിച്ചോടി പോകും ഞാനിവിടെ ഉള്ളിടത്തോളം കാലം. കാരണം അവൾക്ക് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് ഉള്ളത് എന്നോടും എന്റെ ഭാര്യയോടും എന്റെ അമ്മയോടും. നമ്മൾ അവരോട് കാണിക്കുന്ന സ്നേഹം, അവർക്ക് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ, ഇറ്റ് ക്രിയേറ്റ്സ് ആൻ അറ്റാച്ച്മെന്റ്. ആ ഒരു സ്നേഹമാണ് നമ്മൾ തമ്മിലുള്ള ആ ബന്ധത്തിന്റെ അടിത്തറ. ആ അടിത്തറ നമുക്ക് സാധിക്കുന്നിടത്തോളം കാലം അവരൊരിക്കലും നമ്മളെ വിട്ടു പോയില്ല.